പണ്ട് ബാംഗ്ലൂർ വരാനാണെന്ന് പറഞ്ഞ 2 ആഴ്ച മുന്നേ ഞാൻ ബാഗ് പാക്ക് ചെയ്ത് വെക്കും. എല്ലാവരും തലേന്നോ 2 ദിവസം മുന്നോ പാക്ക് ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടുവരാനുള്ള ഓരോ സാധനവും എടുത്ത് വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇത് ബാഗ് വെക്കണം എന്നുള്ളൊരു സംശയം മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ. അത്രയും എക്സൈറ്റ്മെൻറ്റ്, അത്രയും കാത്തിരിപ്പ്. അന്ന് നമ്മൾ ബാംഗ്ലൂരിലേക്ക് ജീപ്പിലായിരുന്നു വരാറ്. വഴി എവിടെയെങ്കിലുമൊക്കെ നിർത്തി അമ്മ ഫ്ലാസ്കിലെ ചൂടുവെള്ളം എടുത്ത് കാപ്പിപ്പൊടിയും പാൽപ്പൊടിയൊക്കെ ചേർത്ത് കാപ്പി ഉണ്ടാക്കി തരും. ആ റോഡിലേക്ക് നിന്ന് ആ കാപ്പി കുടിച്ചതിന് ഒരു പ്രത്യേക രുചി ഉണ്ടായിരുന്നു. അന്ന് ബാംഗ്ലൂരിൽ ഇത്ര ട്രാഫിക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ ട്രാഫിക് ലൈറ്റ് പോലും എനിക്കന്ന് അത്ഭുതമായിരുന്നു. എനിക്ക് ബാംഗ്ലൂർ എന്ന സിറ്റി ഓഫ് ലൈറ്റ്സ് ആയിരുന്നു. എവിടെ പോകണം, അവിടെ പോകണം, ഇത് വാങ്ങണം, അത് വാങ്ങണം, അങ്ങനെ ഓരോ സ്ഥലവും കാണാൻ അപ്പനെ വലിച്ചഴിച്ച് നടക്കുമായിരുന്നു. അന്ന് ഈ ദൂരം, ഈ തിരക്ക്, ഈ ജീവിതത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒന്നും അറിയില്ലായിരുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ എല്ലാം ഭംഗിയാണല്ലേ, അക്കരെ പച്ച. പക്ഷെ ബാംഗ്ലൂരിൽ ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്, ബാംഗ്ലൂർ ലൈഫ് ഈസ് നോട്ട് സോ ഈസി. ഇന്ന് ആ പഴയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നുന്നു, ബാംഗ്ലൂരിനെ അല്ല, അന്നത്തെ ജീവിതത്തെ ആയിരുന്നു ഞാൻ ഇത്രയും ഇഷ്ടപ്പെട്ടിരുന്നതെന്ന്. കഴിഞ്ഞ ദിവസം അപ്പനും അമ്മയും ബാംഗ്ലൂർ വരാനിടയായി. അപ്പോൾ അവരുടെ കൂടെ കുറച്ച് നേരം പുറത്തു പോയി അവരുടെ കൂടെ വെറുതെ കാറിലിരുന്നും സംസാരിച്ചും ഭക്ഷണം കഴിച്ചൊക്കെ ചിലവഴിച്ച ആ ചെറിയ സമയം വളരെ ചെറിയ സമയമായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ശരിക്കും മനസ്സിലായത്. ജീവിതത്തിൽ ഏറ്റവും വിലയുള്ള നിമിഷങ്ങൾ, ഏറ്റവും വലിയ നമ്മൾ പ്രഷ്യസ് ആയിട്ട് കൊണ്ടു നടക്കുന്ന സമയം, അത് യാത്രകളോ വലിയ സ്വപ്നങ്ങളോ ഒന്നുമല്ല. നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആൾക്കാരുടെ കൂടെ സാധാരണയായി ചിലവഴിക്കുന്ന ആ ചെറിയ നിമിഷങ്ങളാണ്.